എനിക്ക് അത്ര
നീ എന്ത് പറയണേ? പരിവന്റെ മോളിലാണ്. പരിധിക്ക് പുറത്ത് സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു കാര്യം, ആ ഫോൺ അവിടെ മാറ്റി വെച്ചില്ലേ, അതെങ്ങനെയാവട്ടെ, അത് നാശമായാലും അടുത്ത ഫോണിൽ കണക്ട് ചെയ്തില്ലേ. പിന്നെ വിളിക്കണോ? എനിക്ക് നിലവരമില്ലാന്ന്. ഈ വയസ്സ് പറഞ്ഞ് തൊഴിലുകൊണ്ട് നടന്നിട്ട് ഒരു മനുഷ്യ പ്രാണി, ഞാൻ നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും എനിക്ക് അറിവുണ്ടെങ്കിലും വിജയിക്കുന്നു, എനിക്ക് നിലവരമില്ല എന്നൊരു വാക്ക് മനുഷ്യ പ്രാണികൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഈ ഫോണിലുള്ള കണക്ട് ഇപ്പൊ നമ്പർ നിലവിലില്ല എന്ന് നിലവിലില്ല. അയ്യോ, ഒരു വരി വിട്ടിട്ടുണ്ടാവും. പിന്നെന്താ സംസാരിക്കണേ? സംസാരിച്ചില്ലേ? നിങ്ങൾ വരുന്ന സമയത്ത് അവിടെ ആരുണ്ടെങ്കിൽ അതെല്ലാം പറയുന്നത് 5 നിമിഷത്തിന് മുമ്പാണ് ഞാൻ വിളിച്ചു പോയത്. ചേച്ചി വെള്ളം കൂടി പിന്നാലെ വന്നത്. അങ്ങനെ വിളിച്ചു പോയതല്ല, പാറമേക്ക് അവന് പോയി അമ്മനെയൊന്നും തൊടുത്തിട്ട് വരാന്ന് പറഞ്ഞ് ടൗണിലേക്ക് ഞാൻ പോക്കും നിങ്ങളുടെ വരവും എന്താ ഞാൻ പിടികൊടുത്ത് കല്യാണം കഴിച്ചത്? വേണ്ടാത്ത ശബ്ദങ്ങളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പറഞ്ഞത് നമ്മുടെ ചേച്ചിയില്ല, എന്റെ ഭാര്യ, തന്റെ ചേച്ചി അങ്ങനെ പറയൂ. ഞാനും എന്റെ ഭാര്യ കളി വേണ്ട, എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങൾ പറയണമെങ്കിൽ സാംസ്കാരിക ബോധത്തോടു കൂടി സംസാരിക്കണം. അതാണ് മനുഷ്യൻ, അതാണ് ആളുകളുടെ തത്വം. നിങ്ങളുടെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ലേ? എന്തെങ്കിലും ഒരു മര്യാദ ചെയ്ത് ഞാനില്ലെങ്കിലും മര്യാദ ഇതൊക്കെ തല്ലുകൊണ്ട് ചാകാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതല്ല പറഞ്ഞത്. ചെയർ എന്ന് പറഞ്ഞാൽ ആ ചെയറിന് പേരാണ് ബഹുമാനമില്ലാത്ത നിലയിലൊക്കെ ഇരുന്നില്ലേ? എന്ത് മര്യാദ ചെയ്തു? അത് മര്യാദ മഹാജനങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കെട്ടിത്തൂക്കിയ വേഴാൻ ചെട്ടി ഏതാണെന്ന് പറഞ്ഞാൽ പാലക്കാട്ടിനുള്ളിൽ കൃഷ്ണച്ച മാത്രമുള്ളൂ. എന്റെ ചെറ്റ വെറും കാപ്പി എന്റെ ഭാര്യ. വെറും കാപ്പി എന്റെ ഭാര്യ തരിക. വെറും കാപ്പി മാത്രമല്ല, അതിന് വല്ല കടിയുണ്ടാകും. കാപ്പി കുടിക്കുമ്പോ കടിയില്ല, കാപ്പി കുടിയപ്പോ കഴിഞ്ഞോ ചണി കൊടുത്ത് വെള്ളം കൊണ്ട് കൊടുത്ത് ഒരു മാന്തേ കാപ്പി അങ്ങോട്ട് കൂടി കഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നാട്ടു റൂം തുറന്നു കാണിച്ചോ? എന്താണെങ്കിൽ സത്യനിഷ്ഠതയുള്ളതാണ് എന്റെ ഭാര്യ. എന്റെ കുട്ടി വന്നതല്ലേ എന്നും പറഞ്ഞ് എന്റെ സകല കാര്യങ്ങൾ തുറന്നു കൊടുത്തു. ഇല്ലേ? കാണിച്ചു തന്നോ? നാട് റൂം തുറന്ന് കാണിച്ചു തരുമ്പോ അവിടെ എന്തിരിക്കുന്ന അവര് തന്നെ ചാക്കിട്ടടിക്കി വെച്ചിരിക്കുന്നേ കാണിച്ചതിന് ഇരിക്കണെന്ന് പറഞ്ഞ് കറുകറുന്നില്ല. വിവരം കേട്ടത് പൊട്ടച്ചമ്മേ കറുകറുന്നിരിക്കല്ല. കാര്യം തുറന്ന് എന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ? അങ്ങനെ എന്റെ ഭാര്യയോട് തുടങ്ങി അങ്ങനെ പോയി കെട്ടിയ ഭാര്യയോട് പടങ്ങുന്ന സഹജം.
കെട്ടിയ ബാധ്യത തുടങ്ങിയ ആരെങ്കിലും അമ്മന്റെ അടുത്ത് പോകുമോ? ഭഗവതി ലോക പരിമിഷൻ തായിന്റെ എന്റെ അമ്മ പൊടിച്ചൂരിയേ എന്റെ അമ്മ പകുതി ഭഗവതി ഭഗവതി പോയി. അതല്ല എന്റെ അമ്മ മണ്ണച്ചക്കൻ അറിയാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ പൊക്കണം തായേ അമ്മയെ പൊറുക്കണണ്ടായേ പൊറുക്കാനൊന്നും കല്ലും കാട്ടിയൊന്നുമില്ല. അഭയം പ്രാപിക്കുക അവിടെ എന്തിനു പോയി കുട്ടികളാരെങ്കിലും കണ്ടത് അവര് നാളെ വെട്ടി വില വെക്കേണ്ടി വരും. എങ്ങനെയാണ് ചിരിക്കണത്? പണ്ടേ നീ ചിരിക്കണ്ട കരിപ്പോട് പോയിട്ട് ചിരിക്കണ്ടോ? അല്ല പറഞ്ഞത് എന്ത് തന്നെയാണെങ്കിലും പരിപാടികളെങ്കിലും തുടങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ചിരിയല്ലേ ഒന്നും കാണിക്കണം. പക്ഷെ ഒരു കാര്യം പറയാ, ഞാൻ അവിടെ എന്തിനു പോയി? പാട്ടും മണ്ടാരം നടത്താൻ. പാട്ടും മണ്ടാരം നടത്താൻ മനുഷ്യ അങ്ങനെയില്ല. പാട്ടും മണ്ടാരം നടത്താന്ന് പറഞ്ഞാൽ ഞാൻ ദീർഘകാലാവസ്ഥയോടെ കൂടി പറയുന്നില്ല. കാരണം ഇരിക്കുന്ന മഹാന്മാരൊക്കെ ഒരു 5 നിമിഷമാണെങ്കിലും പൊറോട്ട കളിയുടെ ABCD അറിയാവുന്ന ആൾക്കാരാണ് അവര്. മനസ്സിലായില്ല? എനിക്ക് കുട്ടികൾ വന്നിട്ട് ക്ഷമിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അവിടെ പോയത് അമ്മയ്ക്ക് കണ്ണായിരുന്നെന്ന് ഓടിക്കാൻ പോകുന്നു. അതല്ല അത് കുടിച്ചാവോ? എവിടേക്കാ പോയി? പോയി എന്താ MBBS ഡോക്ടറാണ്? അമ്മന്റെ കണ്ണ് നോക്ക്. 998 കണ്ടുപോയ ബാക്കിയുണ്ട് 2. അതെല്ലാം അമ്മയ്ക്കുള്ളൂ. കിട്ടല്ല ആയമ്മ അത് മടക്കേരി ആയമ്മ അവിടെ പോയി മാത്രം അതവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ വരാനുള്ളൊരു കാരണം ഒന്നും പറഞ്ഞു തരട്ടെ. കാരണം എന്തെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ ഭാര്യ അടുത്തുണ്ട്. അവളെ കറുത്താലും കരിമണിച്ചാൽ തന്റെ പറഞ്ഞ മുതിർക്കത്തേക്ക് എന്റെ ഭാര്യ പോലെ ഭൂലോകത്തിന് പോലെ ഒരു സ്ത്രീ കൊണ്ട് വെച്ച ഒരു ഇന്ത്യൻ ചിരി എന്റെ ഭാര്യ സ്ത്രീ. ഒന്ന് വിളിക്കും അമ്മളെ. അതെ, എങ്ങനെ വിളിക്കണം? ഞാൻ പറയും പോലെ ഒരക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ പുഴവക്കഞ്ഞു പോകും. ഇതിനൊക്കെ തന്നെ പോലെ കൊടുത്തു. അതല്ല, ഇങ്ങനെ വിളിക്കണം. അമ്മളെ നിന്റെ നാദിച്ചപ്പൻ ഞാൻ വന്നിരിക്കുന്നു പറയും. നിന്റെ വെള്ളപ്പാട് നാദിച്ചപ്പോ വന്നിരിക്കണോ? അങ്ങനെയല്ല, അങ്ങനെയില്ല. ഞാൻ പറയും പോലെ പറയാൻ പറഞ്ഞില്ല. പിന്നെന്താ മാറി വിളിച്ച്? പൊന്നുവച്ചനാണിത്. കത്തിങ്ങോട്ട് പോയവർക്ക് എന്തിന് പറയുന്നു? പലചേരിന്ന് പൊന്നപ്പൻ പോയിട്ട് കാര്യമൊക്കെ അങ്ങനെയില്ല. അമ്മളെ നിന്റെ ഭർത്താവ് നാവിച്ചപ്പൻ വന്നിരിക്കുന്നു. ഇംഗ്ലീഷ് പഠിച്ച കുട്ടി ആയതുകൊണ്ട് അങ്ങനെ തന്നെ സംസാരിക്കണം. ഇംഗ്ലീഷ് പഠിച്ചവരൊക്കെ ഉണ്ട്. ഇതിന് വരെ തെറ്റ് പറ്റിയാൽ പച്ചമാവ് കഷ്ണം പോലുള്ള സാധനം നിങ്ങളുടെ ശരിക്ക് വരും. ഇപ്പൊ പറയും കംപ്ലീറ്റ് ആൾക്കാരും ഓരോരോ ആൾക്കാരിനെ അവര് തേടി വന്ന് 45 അഡ്വാൻസ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി കമ്മി എന്ന് പറഞ്ഞ പലശ്ശേരിയിൽ ഞാൻ പോകുമ്പോഴേക്ക് എന്റെ വേര് ചുറ്റും ആൾക്കാരുണ്ടാവില്ലേ? കമ്പി വേലിക്കാരെങ്കിലും കയ്യും കൊടുക്കും. പിന്നെ അത്രയും വിവരമുള്ളൂ. അവിടെ ഇരിക്കട്ടെ. അവളെ വിളിക്കരുതെന്നുണ്ടോ? ¡Vamos!
കാണിക്കുന്നേ എന്താണ് അവളുടെ മുതല കാണണം എന്റെ കൂട്ടന്മാരെങ്ങനെ കാണിക്കുന്ന ഒരു കല്ലെടുത്തൊറിയില്ലേ അപ്പഴേ വന്നതേ ഒരു അടിക്കൊണ്ട് പടിയെ കൊണ്ട് വന്നതാ നായടിമാര് എന്റെ മുതലിയാ നിങ്ങളത് പറഞ്ഞത് അത് വേറെ ഇത് വേറെ ഓ അത് വേറെ ഇത് വേറെ എന്റെ ഭർത്താവിനെ വിളിക്കും എങ്ങനെ വിളിക്കണം എങ്ങനെ വിളിക്കണം ഞാൻ പറഞ്ഞുതരാം എനിക്കറിയും അറിയുമല്ലോ എന്നാ വിളിക്കും